ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പുഴുക്കടി അകറ്റാൻ സഹായിക്കുന്ന ഒരു റെമഡിയാണ് പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ പുഴുക്കടി തടയാനായിട്ടും വരാതിരിക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വളരെ സിമ്പിളാണ് ഇത് രണ്ടും. അതേപോലെ തന്നെ എക്സിമ പോലുള്ള ചർമ്മരോഗങ്ങൾ അകറ്റാനായിട്ട് ഉദരത്തിലെ കൃമി അകറ്റാനും നല്ലതാണ്. അസിഡിറ്റി ഉള്ളവർക്ക് ഇതിലെ ടിപ്സുകൾ ഫോളോ ചെയ്യുക. അപ്പം നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുപോലുള്ള ഹോം റെമഡീസ് ഇഷ്ടമുള്ളവരാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് കൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ റെമഡി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയുടെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 2 തണ്ട് കറിവേപ്പില എടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിക്ക് പകരം പച്ചമഞ്ഞളുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. 2 ടീസ്പൂൺ കറിവേപ്പിലയുടെ പൗഡറും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് ആവശ്യത്തിന് തൈര് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലൊരു ഫേസ് പാക്കിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് കാൽപാദങ്ങളുടെ അഴക് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. കാലിലുണ്ടാകുന്ന പാടുകൾ, ചൊറിച്ചിൽ, ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കും ചെറിയ ചെറിയ കുരുക്കൾക്കും ഒക്കെ നമുക്ക് നല്ലതാണിത്. പുഴുക്കടിയുള്ള ഭാഗത്ത് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരുപാട് കട്ടിയിലും വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടും ഉണ്ടാക്കരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാകത്തിന് ഉള്ള ഒരു പരുവത്തിന് ചെയ്യുക. പുഴുക്കടി വന്നിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ പ്രത്യേകിച്ചും വേനൽക്കാലത്തൊക്കെ നല്ല കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നനഞ്ഞ വസ്ത്രങ്ങളൊന്നും ധരിക്കരുത്. അതേപോലെ തന്നെ ഒരുപാട് ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ആര്യവേപ്പിലയും മഞ്ഞളും ചതച്ചിട്ട വെള്ളത്തിൽ ആ വെള്ളമൊന്ന് തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം കുളിക്കുന്നതാണ് അവർക്ക് നല്ലത്. അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കും. നമ്മൾ പുഴുക്കടി അകറ്റാനായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു സമയം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കും. അപ്പോൾ പുഴുക്കടിയൊക്കെ തടയാനായിട്ടും നല്ലതാണ്. അതേപോലെ ഉള്ള അവസരത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും. മാറുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. കുറച്ച് മോര് അല്ലെങ്കിൽ തൈര് എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു 3-4 ഉള്ളി, അതേപോലെ തന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക്, പിന്നെ ഒരു കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മൾ മോരല്ലെങ്കിൽ തൈര് കൂടി ചേർത്ത് അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മോരും വെള്ളം നമ്മുടെ ചർമ്മരോഗങ്ങൾ അകറ്റാനായിട്ട് വളരെ ഉത്തമമാണ്. എക്സിമ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും നല്ലതാണ്. അതേപോലെ തന്നെ പുഴുക്കടി അകറ്റാൻ, വയറ്റിലെ കൃമിശല്യം അകറ്റാൻ ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത്, വയറിനൊരു സുഖമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മോരും വെള്ളം ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കൊച്ചു ടിപ്സുകളൊക്കെ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.